തമിഴ്നാടൻ വിജയ് രാഷ്ട്രീയ പ്രവേശനം നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ, അതായത് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള പ്രസംഗങ്ങളും സമ്മേളനങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ആ ഒരു ബാധയുണ്ടല്ലോ. അതായത് സിനിമ ആയിട്ട് ഫിലിമി ആയിരുന്നു എല്ലാം. പ്രസംഗമായിക്കോട്ടെ, സംസാരമായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ആ സമയത്തുള്ള ജസ്റ്ററുകളായിക്കോട്ടെ, എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരുമ്പോൾ അതിൽ നിന്നെല്ലാം മാറിയിട്ടുണ്ട്. പൂർണ്ണമായും മാറിയോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് ഉത്തരവില്ല. പക്ഷെ നമ്മൾ പറയില്ല, ഒരുവിധം ബാധ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അത് PR ഏജൻസിയുടെ ശ്രമഫലമാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ അതിനിടയിൽ രജനീകാന്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ DMK-ക്കായിരിക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ്, സ്റ്റാലിനായിരിക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ തമിഴക രാഷ്ട്രീയത്തിൽ ചില കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്, അല്ലെ? തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പശ്ചാത്തലം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, 1960കളിൽ തൊട്ട് MGRന്റെ കാലം തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, MGR ആണ് അവരുടെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറയാം. MGR ആണ് ആദ്യമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. MGR രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പുരച്ചിത്തലവൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ, അതായത് ഇവരുടെ ഈ അഭ്രപാളിയിൽ കാണുന്ന നായകത്വം അത് ആ മനുഷ്യൻ യഥാർത്ഥത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയാണ് തമിഴ് ജനത. പൊതുവേ ഭാരതത്തിൽ വീരാരാധനയുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വീരാരാധന കാണപ്പെടുന്നത് തമിഴ്നാട്ടിലാണ്. നമുക്കറിയാം, ഈ കർണാടകയിലും അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ NTR അല്ലേ, NTR എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജൂനിയർ NTR എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനായിട്ടുള്ള NTR എന്ന് പറയുന്ന പണ്ടത്തെ സൂപ്പർ സ്റ്റാർ NT രാമറാവു. ഈ NT രാമറാവു ഏറ്റവും കൂടുതൽ പോപ്പുലറായത് ശ്രീകൃഷ്ണ വേഷം സിനിമകളിൽ അഭിനയിച്ച് ഫലിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ശ്രീകൃഷ്ണൻ്റെതായിട്ടുള്ള എല്ലാ ഒരു അത്തരത്തിലുള്ള ഒരു പ്രഭാവം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് കിട്ടി. അപ്പോൾ ഈ ബാൽക്കണിയിൽ നിന്നും മറ്റും അദ്ദേഹം വന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ശ്രീകൃഷ്ണൻ്റെ വേഷം അണിഞ്ഞു വരുമായിരുന്നു. അപ്പോൾ അത് കണ്ട് ആളുകൾ ഭക്തിമയത്തോടെ ഇത് നടനാണോ ദൈവമാണോ ആ ഒരു അതിർവരമ്പുകളൊക്കെ ഇല്ലാതാവുന്നൊരു കാഴ്ച. ഇദ്ദേഹം പിന്നീട് അവിടുത്തെ മുഖ്യമന്ത്രിയുമായി. അപ്പോൾ നമ്മളിത് എന്താ പറയുക, തെക്കേ ഇന്ത്യയിൽ ഇതൊരു സ്വാഭാവികമായ കാഴ്ചയാണ്, കേരളത്തിൽ ഒഴിച്ച്. അപ്പോൾ MGRന് ശേഷം പിന്നീട് രജനീകാന്ത് എന്നുള്ളൊരു പേരായിരുന്നു ഉയർന്നു കേട്ടത്. നമുക്കറിയാം, ജയലളിത ഭരണത്തിൽ വന്നതിന് ശേഷം ജയലളിത ഒരു ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാന്നിധ്യമായിട്ട് തമിഴ്നാട്ടിൽ മാറി. ഒരു സ്ത്രീ സാന്നിധ്യമായിട്ട് ഒരു പെൺപുലി എന്നൊക്കെ പറയുന്ന രീതിയിൽ മാറിയതിന് ശേഷം രജനീകാന്തുമായിട്ട് ജയലളിത അംഗം കുറിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഈ പടയപ്പ പോലുള്ള സിനിമകൾ ഇറങ്ങുന്നത്. പടയപ്പയിൽ രജനീകാന്തിൻ്റെ പ്രതിനായകനില്ല, പ്രതിനായികയാണ് രമ്യാകൃഷ്ണൻ അവതരിപ്പിക്കുന്ന സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. രമ്യാകൃഷ്ണൻ അവതരിപ്പിക്കുന്ന പ്രതിനായിക ആണ് ആ സിനിമയിലുള്ളത്. അപ്പോൾ രജനീകാന്ത് ആ സിനിമയിൽ ജയലളിതയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ പല വ്യാഖ്യാനങ്ങളൊക്കെ വന്നിരുന്നു അന്ന് ആ ഒരു കാലത്ത്. അപ്പോൾ അതിൽ ആ സിനിമ അവസാനിക്കുമ്പോൾ ജയലളിത മരണപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ജയലളിത മരണപ്പെടുമല്ലോ. അതിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, ജയലളിത സ്വയം വെടിവെച്ചാണ് മരിക്കുന്നത്. കാരണം ഈ പറയുന്ന രജനീകാന്തിൻ്റെ കഥാപാത്രം രക്ഷിക്കുന്നത് കൊണ്ട് അത് തൻ്റെ അഭിമാനത്തിന് കോട്ടം തട്ടി എന്നുള്ളത് കൊണ്ട് സ്വയം വെടിവെച്ച് മരിക്കും. അപ്പോൾ രജനീകാന്ത് വന്ന് പറയുന്ന ഡയലോഗാണ്, ആ ജഡത്തിനെ നോക്കി പറയുന്ന ഡയലോഗാണ്, അധികമാ ആശപ്പെടുന്ന ആമ്പിളയും അധികമാ കോവപ്പെടുന്ന പെമ്പുളയും വാഴുന്ന ചരിത്രമായി കിടയാതെ എന്ന് പറയും. അധികമായി ആഗ്രഹിക്കുന്ന പുരുഷനും അധികമായി ദേഷ്യപ്പെടുന്ന സ്ത്രീയും അധികം വാഴുന്ന ഒരു ചരിത്രമില്ല എന്ന് പറയും. ഇത് ജയലളിത ചൂണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ലൂസിഫർ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സീനുണ്ട്. അതായത് ഈ ജയലളിത ഉണ്ടായിരുന്ന സമയത്ത് രജനീകാന്തിൻ്റെ വണ്ടി തടയുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇദ്ദേഹം വണ്ടി വിടാനല്ലേ തടസ്സമുള്ളൂ, നടന്നു പോകാമല്ലോ എന്ന് പറഞ്ഞ് രജനീകാന്ത് ഇറങ്ങി നടക്കുകയും അവിടെ മുഴുവൻ ബ്ലോക്ക് ആവുകയും അവസാനം രജനീകാന്തിനെ കടത്തിവിടേണ്ടി വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത് ലൂസിഫർ സിനിമയിൽ പിന്നീട് എടുത്തു.
ലൂസിഫർ സിനിമയിൽ പിന്നീട് മോഹൻലാലിന്റെ ഇൻട്രൊഡക്ഷൻ സീനായിട്ട് കാണിച്ചത് ഇതാണ്. ഇത് ശരിക്കും നടന്നൊരു കഥയാണ്. രജനീകാന്തിനെ തടഞ്ഞു നിർത്തി. കാരണം കുറച്ച് നേരം അവിടെ വഴിയിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ജയലളിത അതിൽ പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ രജനീകാന്ത് ഒക്കെ വണ്ടി വിടാനല്ലേ തടസ്സമുള്ളൂ, ഇറങ്ങി നടക്കാമല്ലോ എന്ന് നടന്നപ്പോൾ രജനീകാന്തല്ലേ നടക്കുന്നത്. അവിടുത്തെ ആൾക്കൂട്ടം മുഴുവൻ രജനീകാന്തിന്റെ ഒപ്പം വരികയും ജയലളിതയ്ക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം രജനീകാന്ത് ആണ് രാഷ്ട്രീയത്തിലേക്ക് വരാൻ പോകുന്നതെന്ന് പറയുന്നു. രജനീകാന്ത് പറയുന്നു ഞാൻ ഇറങ്ങുമെന്നൊക്കെ പറയുന്നു. ഞാൻ ഇറങ്ങണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും എന്നൊക്കെ പറയുന്നു. എന്തായാലും രജനീകാന്ത് 2020 വരുമെന്ന് പറഞ്ഞ രജനീകാന്ത് 20 പ്രഖ്യാപിക്കുകയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വരില്ല എന്ന് പറയുന്നു. അപ്പോൾ അടുത്ത പേര് വിജയാണ്. രജനീകാന്ത് MGRനും രജനീകാന്തിന് ശേഷം അടുത്ത ഉയർന്നു വന്ന പേര് വിജയാണ്. വിജയുടെ കാര്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത് വിജയ് സിനിമയിൽ അഭിനയിക്കുന്ന കാലം മുതലേ രാഷ്ട്രീയ താല്പര്യമുള്ള ഒരു ആളായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് ഇദ്ദേഹം അഭിനയിക്കാൻ വന്ന രണ്ടാമത്തെ സിനിമയിൽ തന്നെ ഇളയ തളപതി എന്നുള്ളൊരു പേര് മൂന്നാമത്തെ സിനിമയിൽ വെച്ചിരുന്നു. ഈ തളപതി എന്നുള്ള പേരിൻ്റെ അർത്ഥം കമാൻഡർ എന്നാണ്. മുരുകനെയും തളപതി എന്ന് പറയാറുണ്ട്. മുരുകൻ തമിഴ്നാട്ടുകാർക്ക് എത്ര വലിയ ദൈവമാണെന്നറിയാലോ. തളപതി എന്ന് പറഞ്ഞാൽ രജനീകാന്തിൻ്റെ ഒരു ചിത്രവുമാണ് തളപതിയെ രജനീകാന്തിനെയാണ് തളപതി എന്ന് പൊതുവെ പറയുന്നത് അന്നത്തെ കാലത്ത്. അപ്പോൾ ഇളയ തളപതി എന്ന് പറഞ്ഞ് ഒരാൾ സ്വയം പേരിന് മുമ്പിൽ വയ്ക്കുമ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു സംവിധായകനാണ്, TN ചന്ദ്രശേഖർ, SN ചന്ദ്രശേഖർ. അപ്പോൾ SA ചന്ദ്രശേഖർ. അപ്പോൾ അദ്ദേഹമാണ് ഈ പേരിന് മുമ്പായിട്ട് ഇളയ തളപതി എന്ന് വെക്കുന്നത് മകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രജനീകാന്തിൻ്റെ ഫാനാണ് അവൻ, അതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത്, അല്ലാതെ രജനീകാന്ത് അങ്ങോട്ട് ചാർത്തി കൊടുത്ത പേരൊന്നുമല്ല. അപ്പോൾ അതൊരു ഡയറക്റ്റ് ബൂസ്റ്റാണ്. അതായത് ഒരു തമിഴ്നാട്ടിൽ അത്രയും അറിയപ്പെടുന്ന ഒരാളുടെ ടാഗ് കുറച്ച് ഫെയിം ഇങ്ങോട്ടും കൂടെ വരും അല്ലേ, റിഫ്ലക്ഷൻ അടിക്കും. ഒരു കണ്ണാടി വയ്ക്കുന്ന പോലെയാണ്, തട്ടി കുറച്ച് വെളിച്ചം ഇങ്ങോട്ടും കൂടെ അടിക്കും. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പ്രയത്നമില്ല എന്നൊന്നും പറയുന്നില്ല, പ്രയത്നം കൊണ്ട് തന്നെ ഇദ്ദേഹം ആ ഇളയ തളപതി എന്നുള്ള ടൈറ്റിൽ വളർന്നു വന്നു. പിന്നീട് 2016 അദ്ദേഹം തളപതി എന്നുള്ള ടൈറ്റിലേക്ക് വരുന്നത്. അതിന് രജനീകാന്തിനോട് അനുവാദം മറ്റും ചോദിച്ചിരുന്നു. അവിടെ മുതൽ തന്നെ കാര്യങ്ങൾ വ്യക്തമായി. അവിടെ മുതൽ തന്നെയാണ് സിനിമകളിൽ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയത്. അമ്പലങ്ങൾക്ക് ഹോസ്പിറ്റലിന് പകരം അമ്പലങ്ങൾക്ക് പകരം ഹോസ്പിറ്റലാണ് പണിയേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. സർക്കാർ എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ ഇറക്കി, കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങി. അത് കഴിഞ്ഞ് ഒടുവിൽ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചു, ഇപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഈ പറയുന്ന ജേഷി ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യം പുള്ളി ഈ പറയുന്ന സിനിമ ഡയലോഗുകളാണ് പറയുന്നതെങ്കിൽ ഇപ്പോഴാണ് അദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് സംസാരിച്ചു തുടങ്ങിയത്, വിഷയങ്ങളിലേക്ക് കടന്നത്. മുമ്പൊക്കെ ഡയലോഗായിരുന്നു. ഇപ്പോൾ വിഷയങ്ങളിലേക്ക് കടന്നപ്പോഴാണ് ഈ സ്റ്റാലിനെ നിശ്ചിതം വിമർശിക്കുന്ന രീതിയിലുള്ള ഡയലോഗുകൾ പറഞ്ഞത്. അവിടെയാണ് രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കയറുന്നില്ല, തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന് സ്വാധീനമുണ്ടല്ലോ. അവിടെ ഈ ഒരു ചടങ്ങിൽ അദ്ദേഹം ഒരു സ്റ്റാലിനും ഇളയരാജയും ഒക്കെ പങ്കെടുത്ത ഒരു ചടങ്ങിലായിരുന്നു അദ്ദേഹം സ്റ്റാലിനെ വാനോളം ഉയർത്തി പറഞ്ഞത്. തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ DMK ഒക്കെ തള്ളി പറഞ്ഞിരുന്നു വിജയ്. DMK മാത്രമല്ല BJPയും തള്ളി പറഞ്ഞു. അവിടെ BJK ആണ്, ഭാരതീയ ജനതാ കക്ഷിയാണ്. അപ്പോൾ അവരെയൊക്കെ അണ്ണാമലയെയൊക്കെ തള്ളി പറഞ്ഞു, നരേന്ദ്രമോദിയെ തള്ളി പറഞ്ഞു. അപ്പോൾ അവിടെയെല്ലാം തന്നെ രജനീകാന്ത് സപ്പോർട്ടാണ് പറയുന്നത്. രജനീകാന്ത് അറിയാമല്ലോ, ഒരു BJP സപ്പോർട്ടർ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ സ്റ്റാലിനെയും അദ്ദേഹം വാനോളം ഉയർത്തി. കേന്ദ്രതലത്തിൽ നരേന്ദ്രമോദി, സംസ്ഥാന തലത്തിൽ DMKക്ക് അദ്ദേഹം ഉയർത്തി. മാത്രമല്ല സ്റ്റാലിനാണ് വരുന്ന ഇലക്ഷനിൽ പൂർണ്ണ പിന്തുണയെന്നും പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി വിജയിനെ ബാധിക്കുക എന്നുള്ളത് വലിയ ചോദ്യമായിട്ട് നിൽക്കുകയാണ്. കാരണം രജനീകാന്ത് പറഞ്ഞാൽ രജനീകാന്ത് മരിച്ചാൽ അവിടെ തീ കൊളുത്തി മരിക്കാൻ ആളുകളുണ്ട് ഇപ്പോഴും. വിജയ് മരിച്ചാലും അങ്ങനെ തീ കൊളുത്തി മരിക്കാൻ ആളുകളുണ്ട്. ഇതിൽ എണ്ണം ആർക്കാണ് കൂടുതലുള്ളതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത്തരത്തിൽ വൈകാരികമായി അന്ധമായിട്ടുള്ള ആരാധനയുള്ള ഒരു സമൂഹമാണ്. അതിൽ രജനീകാന്തിൻ്റെ പോപ്പുലാരിറ്റിക്ക് എന്തെങ്കിലും കോട്ടം തട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല. കാരണം ഇപ്പോഴും രജനീകാന്തിൻ്റെ സിനിമ നല്ലൊരു സിനിമ വന്നു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ 300-500 കോടിയൊക്കെ അടിക്കും. അപ്പോൾ വിജയ് രജനീകാന്തിൻ്റെ മുകളിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അത് ഈ പറയുന്ന രജനീകാന്ത് ഒരു ഓപ്പൺ ചാലഞ്ച് ഇവിടെ വച്ചിരിക്കുകയാണ് വിജയുമായിട്ട്. ഇങ്ങനെ പറയുമ്പോൾ ഒരു ഓപ്പൺ ചാലഞ്ച് വരികയാണ്. ഇനി വരുന്ന ഇലക്ഷനിൽ വിജയ് ജയിക്കുമെന്നുള്ള പ്രതീക്ഷ അസ്ഥാനത്താണ്.
സംഭവിക്കാൻ പോകുന്നത് വിജയ് പ്രതിപക്ഷമായിട്ട് വരും, പ്രതിപക്ഷ നേതാവായിട്ടായിരിക്കും വരുന്നത്. അല്ലാതെ കാരണം വിജയുടെ രാഷ്ട്രീയ പാർട്ടിയിൽ മറ്റ് മുഖങ്ങളാരും തന്നെ പരിചിതമല്ല. ഇത്രയും ഭൂരിപക്ഷം വാങ്ങിക്കാൻ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും മണ്ഡലങ്ങളിലുള്ള ബാക്കി സീറ്റുകളിൽ ഇരിക്കുന്ന മുഖങ്ങൾ പരിചിതമല്ല. അത് അറിയപ്പെടുന്ന പ്രവർത്തകരല്ല. ഇദ്ദേഹത്തിൻ്റെ ഫാൻസ് യൂണിറ്റിലൊക്കെ ഉള്ള ആൾക്കാരും മറ്റല്ലാതെയുള്ള ആൾക്കാരും ഉണ്ട്, അല്ലാതെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ കുറവാണ്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം എന്തായാലും ഒരു പക്ഷേ പ്രതിപക്ഷ MLA ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കസറാൻ പറ്റും. കാരണം പ്രതിപക്ഷത്തിൻ്റെ ജോലി എന്താണ്? വിമർശനമാണ്, ഡയലോഗ് അടിക്കുക എന്നുള്ള, അല്ലേ? അത് ഇദ്ദേഹത്തിന് നന്നായിട്ട് പറ്റും. ഇദ്ദേഹത്തിൻ്റെ ഫിയറി ആയിട്ടുള്ള നിയമസഭാ സ്പീച്ചുകളൊക്കെ നമുക്ക് ഇനി യൂട്യൂബിൽ കാണാൻ പറ്റും. ഈ 5 വർഷം അത്തരത്തിൽ വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അടുത്ത തവണ ഇദ്ദേഹത്തിന് ഭരണത്തിൽ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതായത് 2031 അങ്ങനെ വരാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ പരാജയമാണ് 2031 വിജയ് രുചിക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ തിരിച്ച് വീണ്ടും സിനിമയിലേക്ക് വരുന്നൊരു കാഴ്ചയായിരിക്കും നമ്മൾ കാണുന്നത്. എന്തായാലും വിജയ് ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും അവർക്ക് പറ്റുന്ന പരിപാടി സിനിമാ അഭിനയമാണ് എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. അറിയാവുന്നുള്ള പണി ചെയ്യുക എന്നാണ് നല്ലത്. ജനസേവനം ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയ പാർട്ടി തുടങ്ങേണ്ട ആവശ്യമില്ല. അല്ലാതെ ജനസേവനം ചെയ്യാം. രാഷ്ട്രീയ പാർട്ടി തുടങ്ങുക എന്നുണ്ടെങ്കിൽ അധികാരത്തിനോടുള്ള ഒരു ആഗ്രഹം തന്നെയാണ്, അധികാരത്തിനോടുള്ള ആഗ്രഹം തന്നെയാണ്. അല്ല ജനസേവനം എന്ന് അവിടെ പറയരുത്. ജനസേവനം ഇതില്ലാതും ചെയ്യാം. അപ്പോൾ എന്തായാലും വിജയ് വിജയിക്കുമോ ഇല്ലേ എന്നുള്ളത് കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. വിജയ് വിജയിക്കും, വിജയുടെ പാർട്ടി വിജയിക്കില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.